താങ്കൾ വളരെ റിലാക്സ്ഡ് ആണല്ലേ? റിലാക്സ്ഡ് ആണ്. എന്താ അതിൻ്റെ ഒരു കാരണം? ഒന്ന്, നല്ല റിസൾട്ട് ഉണ്ടാവും. കേരളം ആകെ UDF നല്ല റിസൾട്ട് ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കും. അത്രയ്ക്ക് അനുകൂലം അന്തരീക്ഷം. ജനങ്ങള് സർക്കാരിനെ നന്നായിട്ട് വിലയിരുത്തി. ഇവരുടെ നയങ്ങളെല്ലാം, ജനദ്രോഹ നയങ്ങളെല്ലാം തുറന്നു കാട്ടാൻ ഞങ്ങൾക്ക് കുറെ നാളായി സാധിച്ചു. എത്ര സീറ്റ് ഇപ്പം വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു? ഞാനത് കൃത്യം പറയുന്നില്ല. ഞങ്ങൾ 100 ടാർഗറ്റ്. പക്ഷെ 100-ലെത്തില്ല എന്നുള്ളത് അതിന്റെ അല്ല, അതിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. എത്രത്തോളം പോകും അത് ഞാൻ കൃത്യം പറയുന്നില്ല. പേരാവൂരിന്ന് സ്വാഭാവികമായിട്ടും താങ്കൾ ജയിച്ചാൽ അതിന്റെ ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും? അത് താങ്കൾക്ക് പൾസ് അറിയാവുന്നൊരു സ്ഥലം. ഞാൻ ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷമുള്ളൊരു തെരഞ്ഞെടുപ്പ് ഇതായിരിക്കും. അത്രമേൽ തിളക്കമാണെന്ന വിജയം പേരാവൂർ നൽകും. ഞാനത് കുറയ്ക്കാൻ ശ്രമിച്ചാലും എൻ്റെ സഹപ്രവർത്തകർ, നാട്ടുകാരത് കൂട്ടാനാണ് പറയുന്നത്. ഞാൻ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് KK ശൈലജയെ പോലുള്ള ഒരു ക്യാമ്പയിനറെ ഇറക്കിയതിൻ്റെ ഗുണം LDFന് കിട്ടില്ല. ജനങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ മറികടക്കാനൊന്നും അതുകൊണ്ട് സാധിച്ചിട്ടില്ല. അവർ കൊണ്ടുവന്ന സ്ട്രാറ്റജിയും പാളിപ്പോയി എൻ്റെ അഭിപ്രായത്തിൽ. അവർ വികസനം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വികസനത്തിൻ്റെ പട്ടിക എടുത്തങ്ങ് വിശദീകരിച്ചു. അപ്പോൾ എനിക്ക് വിശദീകരിക്കാൻ അവസരം തന്നു. അവരായിട്ട് അവസരം. ഞാൻ കല്യാണ വീട്ടിലും മരിച്ച വീട്ടിലുമാണെന്ന് അവർ തന്നെ പറഞ്ഞു. അതെൻ്റെ ജനസമ്പർക്കത്തിൻ്റെ മറ്റൊരു മേഖലയായിട്ടും. എന്നാൽ അത് മാത്രമാണോ എൻ്റെ പരിപാടി? ഞാൻ അസംബ്ലിയിലില്ലേ, ഞാൻ താലൂക്ക് സഭയിലില്ലേ, ഞാൻ ജില്ലാ വികസന സമിതിയിലില്ലേ, ഞാൻ എല്ലാ വകുപ്പുകളുടെയും മന്ത്രിമാർ യോഗം വിളിച്ചാലും എല്ലാ ഡിസ്കഷനിലും ഞാനില്ലേ, അസംബ്ലിയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്ന് ഞാൻ ഓരോ കാര്യത്തിനും വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മന്ത്രി അസംബ്ലിയിൽ എൻ്റെ സബ്മിഷന് പറഞ്ഞ മറുപടി പേരാവൂരിന് സ്റ്റേറ്റ് ആവറേജ് അനുസരിച്ച് ഇരട്ടി കണ്ട് നൽകിയിരിക്കുന്നു റോഡുകളുടെ കാര്യത്തിലെന്ന് പറഞ്ഞു. ഇപ്പോൾ തലശ്ശേരി കുട്ടുപുഴ റോഡ് ഉൾപ്പെടെ എന്തായിരുന്നു 2011-26 അതിനെ കമ്പയർ ചെയ്യാനാണ് ജനങ്ങളോട് പറഞ്ഞത്. അത് ഗുണമായി മാറി. അത് വളരെ ഗുണമായി. അപ്പോൾ LDFൻ്റെ ആ സ്ട്രാറ്റജി എനിക്കാണ് ഗുണം ചെയ്തത്. അതായത് അവർ ഉണ്ടാക്കിയ തന്ത്രം അവർക്ക് വിനയാവുകയും സണ്ണി ജോസഫിന് ഞങ്ങൾക്ക് ഒന്നും കൂടി അത് വിശദീകരിക്കാൻ അവസരം കിട്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.